രണ്ടുപേർ തമ്മിൽ പ്രേമിക്കുന്നത് തെറ്റാണോ? ഒരാളെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത കുറ്റം? എന്തിനാണ് ഈ പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നത്? സംവിധായകൻ സനൽകുമാർ ശശിധരന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടോ? സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ സനൽകുമാർ മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ പൊരുത്തക്കേടുള്ളതുപോലെ. പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന നടിയുടെ പരാതിയിലാണ് സംവിധായകനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്തു നിന്നെത്തിയ സംവിധായകനെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച ശേഷം എളമക്കര പോലീസിന് കൈമാറുകയായിരുന്നു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതി സനലിന് പിന്നീട് ജാമ്യം അനുവദിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന നടിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ സനൽകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത സനൽകുമാറിനെ രാത്രി കൊച്ചിയിലെത്തിച്ചു. രാത്രി തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. പരാതിക്കാരിയായ നടിയെ നിയന്ത്രിക്കുന്നത് മാഫിയയാണെന്ന് സനൽകുമാർ ആരോപിച്ചു. നടിയുടെ പേരിൽ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയത് മാനേജറാണ്. പരാതിയിൽ വസ്തുതയുണ്ടെങ്കിൽ നടി പരസ്യമായി അക്കാര്യം പറയാത്തത് എന്തുകൊണ്ടാണെന്നും സനൽകുമാർ ചോദിക്കുന്നു. തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊരു ക്ലച്ചസിൻ്റെ പിടിയിലാണ്. അപ്പോൾ അവർക്ക് അവരുടെ പേര് മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലെ എനിക്കെതിരെ മാത്രമല്ല ആരാണോ അവരുമായിട്ട് മാനസികമായിട്ട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ആരാണോ അവരുമായിട്ട് അടുത്ത് ശ്രമിക്കുന്നത് അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്നത്. ആ കേസിലൊന്നും തന്നെ വിചാരണ നടക്കുന്നില്ല. ആ കേസിലൊന്നും തന്നെ തെളിവ് എടുക്കപ്പെടുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെട്ട് അകറ്റാൻ വേണ്ടി മാത്രം സെയിം രീതിയിലാണ് എനിക്ക് സംഭവിച്ചത്. നടിയെ നിയന്ത്രിക്കുന്ന മാഫിയക്കൊപ്പമാണ് പോലീസ്. നടപടിക്രമം പാലിക്കാതെയാണ് കസ്റ്റഡിയും അറസ്റ്റുമെന്നും അദ്ദേഹം ആരോപിച്ചു. കെട്ടിച്ചമച്ച കേസെന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. യാതൊരു ഉപാധികളുമില്ലാതെയാണ് ജാമ്യമെന്നും സനൽകുമാർ ശശിധരൻ വ്യക്തമാക്കുന്നു. ഈ പറയുന്ന പോലെ എനിക്കൊരു ട്രാൻസിറ്റ് വാറണ്ട് ഇല്ല, ലുക്കൗട്ട് നോട്ടീസ് സത്യം പറഞ്ഞില്ല. ലുക്കൗട്ട് നോട്ടീസ് വേണമെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് വാറണ്ട് വേണം, പിന്നെ ലോങ് പെൻഡിങ് കേസ് ആവണം, ഞാൻ ഒളിച്ചോടിയെന്ന് ഇത് വരണം. ഇതൊക്കെ ലുക്കൗട്ട് നോട്ടീസ് ഇല്ല. പക്ഷേ അണ്ടർഗ്രൗണ്ടിലൂടെ ഇവർ ഒരു ഇത് കൊടുക്കുകയാണ്, പാസ്പോർട്ട് ഓഫീസിൽ. അപ്പോൾ ഞാൻ ഇവിടെ ബോംബെയിൽ വന്നിറങ്ങുമ്പോൾ എന്നെ പിടിച്ച് തടഞ്ഞു വെച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം എന്നോട് പറയുന്നില്ല എന്തിനാണ് തടഞ്ഞു വെച്ചതെന്ന് പറയുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് എളമക്കരയിൽ ഒരു ടീം വരുന്നത്. എന്താണ് ടീമെന്ന് ചോദിക്കുമ്പോൾ അതും പറയുന്നില്ല. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന് ഞാൻ പത്രക്കാരോടും ഫേസ്ബുക്കിനോടും കടപ്പെട്ടിരിക്കുന്നതെന്ന് സത്യസന്ധമായിട്ട് പറയുകയാണ്. കാരണം ഇത് രണ്ടാമത്തെ തവണയാണ്. 2022 ഇതുപോലെ ആരും അറിയാതെ എന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോയി കൊന്നുകളയാനുള്ളൊരു ശ്രമം നടന്നു. കഴിഞ്ഞ ജനുവരിയിൽ പ്രമുഖ മലയാളി നടിയെ സോഷ്യൽ മീഡിയയിലൂടെ ശല്യം ചെയ്തതിന് എളമക്കര പോലീസ് സനലിനെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ പോലീസ് കേസെടുക്കുമ്പോൾ സനൽ അമേരിക്കയിലായിരുന്നു. തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലെത്തുമ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നതിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. ഇതിന്റെ തുടർ നടപടിയായാണ് സനൽകുമാറിനെ കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചതും പോലീസിന്റെ തുടർ നടപടികളുണ്ടായതും. ന്യൂസ് 18 കൊച്ചി.